കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് എ ചെയർ ഫോർ മൈ മദർ. എൻ്റെ അമ്മയ്ക്ക് ഒരു കസേര. ഇതൊരു ഇംഗ്ലീഷ് കഥയാണ്. വെറാബി വില്യംസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥയാണ്. ഈ കഥ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മലയാളത്തിൽ പറയാം. എൻ്റെ അമ്മ ജോലി ചെയ്യുന്നത് ഒരു വെയിട്രസ്സായാണ്. ബ്ലൂ ടൈൽ ഡൈനർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റിലാണ് എൻ്റെ അമ്മ ജോലി ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ സ്കൂളിൽ നിന്നും ഞാൻ നേരെ അങ്ങോട്ട് പോകും. ആ റെസ്റ്റോറന്റിൽ അമ്മയുടെ ബോസിന്റെ പേര് ജോസഫൈൻ എന്നാണ്. ജോസഫൈൻ എനിക്കും ചെറിയ ചെറിയ ജോലികൾ തരും. ഉപ്പും കുരുമുളകുമൊക്കെ ഇട്ട് വെക്കുന്ന കുപ്പികൾ കഴുകി വെക്കുക, കെച്ചപ്പ് കുപ്പികളിൽ നിറച്ചു വെക്കുക, ചിലപ്പോഴൊക്കെ ഉള്ളിയുടെ തോലിളക്കുക. ഇങ്ങനെയുള്ള ജോലികൾ ജോസഫൈൻ എനിക്ക് തരും. ഞാൻ ആ ജോലി നന്നായി ചെയ്തു കഴിയുമ്പോൾ അവർ പറയും, ഗുഡ് വർക്ക് ഹണി, നീ നന്നായി ജോലി ചെയ്തു, നീ മിടുക്കിയായി ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചില ചില്ലറ നാണയങ്ങൾ തരും. ഓരോ തവണയും ആ ചില്ലറ നാണയങ്ങൾ ഞാൻ ഒരു ജാറിൽ ഇട്ടുവെക്കും. ഒരുപാട് നാളെടുക്കും ആ ഭരണി നിറഞ്ഞു വരാനായിട്ട്. എല്ലാ ദിവസവും അമ്മ ജോലി കഴിഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ആ വലിയ കുപ്പി ഭരണി താഴെയെടുക്കും. എന്നിട്ട് അമ്മയുടെ കയ്യിലുള്ള എല്ലാ നാണയങ്ങളും അമ്മയ്ക്ക് റെസ്റ്റോറന്റിൽ കിട്ടിയ ടിപ്പും ഒക്കെ ഞങ്ങൾ ആ കുപ്പി ഭരണിയിൽ ഇട്ടുവയ്ക്കും. ചില ദിവസങ്ങളിൽ അമ്മ ജോലി കഴിഞ്ഞു വരുമ്പോൾ വളരെ സന്തോഷവതിയായിട്ടായിരിക്കും വരുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ അമ്മ വളരെ ക്ഷീണിതയായിരിക്കും. ഞാൻ നാണയങ്ങളൊക്കെ എണ്ണുമ്പോഴേക്കും അമ്മ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. ചില ദിവസങ്ങളിൽ അമ്മയ്ക്ക് ഒരുപാട് ടിപ്പ് കിട്ടും, ചില ദിവസങ്ങളിൽ വളരെ കുറച്ചും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അമ്മ ആകെ സങ്കടപ്പെട്ടിരിക്കും. എന്തൊക്കെയായാലും എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളുടെ കയ്യിലുള്ള ഓരോ അവസാന നാണയവും ഞങ്ങൾ ആ ഭരണിക്കുള്ളിലേക്കിടും. അടുക്കളയിലിരുന്നാണ് ഈ നാണയങ്ങളൊക്കെ ഞങ്ങൾ എണ്ണുന്നത്. അപ്പോഴെല്ലാം മുത്തശ്ശിയും നമ്മളോടൊപ്പം ഉണ്ടാവും. മുത്തശ്ശി ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി നമ്മളോടൊപ്പം ഇരിക്കും. ചില ദിവസങ്ങളിൽ മുത്തശ്ശിയുടെ കയ്യിലും ഉണ്ടാവും ചില നാണയത്തുട്ടുകൾ. തക്കാളിയോ പഴമോ ഒക്കെ വാങ്ങാനായി പോകുമ്പോൾ കച്ചവടക്കാരന്റെ അടുത്ത് വിലപേശി മിച്ചം പിടിക്കുന്ന നാണയത്തുട്ടുകളാണ് മുത്തശ്ശിയുടെ പങ്ക്. ആ ഭരണി നിറയുമ്പോൾ ഞങ്ങൾ അതിലെ പൈസയെല്ലാം എടുത്ത് ഒരു കസേര വാങ്ങാൻ പോവുക. അതെ, ഒരു കസേര. നല്ല ഭംഗിയുള്ള വലിയ സോഫ്റ്റായ ഒരു കസേര. അതിന് നമ്മൾ വെൽവെറ്റ് കൊണ്ടുള്ള ഒരു കവർ ഉണ്ടാക്കും. നിറയെ റോസാപ്പൂക്കളുടെ ചിത്രമുള്ള ഒരു കവർ. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കസേരയാണ് ഞങ്ങൾ വാങ്ങാൻ പോകുന്നത്. എന്തിനാ കസേര വാങ്ങുന്നതെന്നറിയോ? ഞങ്ങളുടെ പഴയ കസേരകളെല്ലാം കത്തിക്കരിഞ്ഞു പോയി. മുൻപ് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. ആ തീയിൽപ്പെട്ട് ഞങ്ങളുടെ കസേരകളെല്ലാം കരിഞ്ഞുപോയി. അതുപോലെ ഞങ്ങളുടെ സോഫയും, പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം. ഇത് നടന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു ദിവസം ഞാനും അമ്മയും പുറത്തു പോയി പുതിയ ഷൂ ഒക്കെ വാങ്ങി വീട്ടിലേക്ക് വരികയായിരുന്നു. അമ്മയ്ക്കും പുതിയ ചെരുപ്പുകൾ വാങ്ങി, എനിക്കും വാങ്ങി. ഞങ്ങൾ ബസ്സിൽ വന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. റോഡരികിൽ നല്ല ഭംഗിയുള്ള ട്യൂലിപ്പ് പൂക്കൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മഞ്ഞ പൂക്കളാണ് ഇഷ്ടം. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ചുവന്ന പൂക്കളാണ് ഇഷ്ടം. ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ അടുത്തെത്തി. അപ്പോഴാണ് വീടിന്റെ മുന്നിൽ വലിയ 2 ഫയർ എഞ്ചിനുകൾ. ഒത്തിരി പുകയും വരുന്നുണ്ട്. ഓറഞ്ച് നിറത്തിലുള്ള തീജ്വാലകളും കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ അയൽക്കാരെല്ലാവരും ആ റോഡിൽ തന്നെയുണ്ട്.
അമ്മ പെട്ടെന്ന് എന്റെ കൈപിടിച്ചോടി. ഞങ്ങളെ കണ്ടതും എന്റെ അങ്കിൾ സാൻഡി ഓടി വന്നു. അമ്മ ഉറക്കെ ചോദിച്ചു, മുത്തശ്ശി എവിടെ, മുത്തശ്ശി എവിടെ? അപ്പോഴേക്കും എന്റെ ആന്റി ഐഡ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പേടിക്കണ്ട, മുത്തശ്ശിക്ക് ഒരു കുഴപ്പവുമില്ല, മുത്തശ്ശി ഇവിടെ ഉണ്ട്. മുത്തശ്ശിക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഞങ്ങളുടെ പൂച്ചയും രക്ഷപ്പെട്ടു. അതിനെ കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് സമയമെടുത്തെങ്കിലും. പക്ഷേ ഞങ്ങളുടെ വീട്ടിലുള്ള മറ്റെല്ലാ സാധനങ്ങളും നശിച്ചു പോയിരുന്നു. കുറെ കരിയും കരിക്കട്ടയും അല്ലാതെ ഒന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല. അതിനുശേഷം എന്റെ അമ്മയുടെ അനുജത്തി എന്റെ ആന്റി ഐഡയുടെയും അങ്കിൾ സാൻഡിയുടെയും കൂടെ താമസിക്കാൻ പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് മാറി. ആ വീട്ടിലെ ഭിത്തികൾക്കൊക്കെ ഞങ്ങൾ മഞ്ഞ നിറമാണ് കൊടുത്തത്. അതിന്റെ തറകൾ വളരെ തിളക്കമുള്ളവയായിരുന്നു. എന്നാൽ റൂമുകളൊക്കെ ഒഴിഞ്ഞുകിടന്നു, ഒന്നുമില്ല. ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിയ ആദ്യ ദിവസം ഞങ്ങളുടെ അയൽക്കാർ പീറ്റ്സയും കേക്കും ഐസ്ക്രീമും ഒക്കെ കൊണ്ടു തന്നു. അവർ ഞങ്ങൾക്ക് വേറെയും കുറേ സാധനങ്ങൾ വാങ്ങിത്തന്നു. റോഡിനപ്പുറത്തുള്ള ഒരു കുടുംബം ഒരു മേശയും അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 3 കസേരകളും തന്നു. ഞങ്ങളുടെ അയൽക്കാരനായ ഒരു മുത്തശ്ശൻ ഒരു കിടക്ക, അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു കിടക്ക ഞങ്ങൾക്ക് തന്നു. വേറൊരു മുത്തശ്ശൻ നല്ല ഭംഗിയുള്ളൊരു മാറ്റും തന്നു. എന്റെ അമ്മയുടെ മറ്റൊരു സഹോദരി സാലി ഞങ്ങൾക്ക് ചുവപ്പും വെള്ളയും നിറത്തിലുള്ള കർട്ടൻസ് തന്നു. അമ്മയുടെ ബോസ് ജോസഫൈൻ കുറെ പാത്രങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. എന്റെ കസിൻ അവളുടെ തന്നെ ടെഡി ബെയറിനെ എനിക്ക് സമ്മാനമായി തന്നു. എന്റെ മുത്തശ്ശി എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളെല്ലാവരും എത്ര ദയുള്ള ആൾക്കാരാണ്, എത്ര സ്നേഹമുള്ള ആൾക്കാരാണ്. 1000 നന്ദി. നിങ്ങളുടെ എല്ലാം സഹായത്താൽ വീണ്ടും ഈ വീട്ടിൽ ഞങ്ങൾക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ആരോഗ്യമുള്ളതിനാൽ ജോലി ചെയ്ത് ജീവിക്കാമെന്ന വിശ്വാസവുമുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി. മുത്തശ്ശി പറഞ്ഞത് കേട്ട് എല്ലാവരും കൈയടിച്ചു. ഇതൊക്കെ സംഭവിച്ചത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് സോഫയുമില്ല, വലിയ കസേരയുമില്ല. മിക്ക ദിവസവും അമ്മ വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ എപ്പോഴും പറയും, എന്റെ കാലിന് എന്തൊരു വേദന, എനിക്ക് സ്വസ്ഥമായൊന്നിരിക്കാൻ ഒരു സ്ഥലമില്ല ഇവിടെ. എന്റെ മുത്തശ്ശിക്കും ഒന്ന് ചാരിയിരുന്ന് ഉരുളക്കിഴങ്ങൊക്കെ മുറിക്കണമെങ്കിൽ അതിനും പറ്റിയൊരു കസേര ഞങ്ങൾക്കില്ല. ഒരു ദിവസം അമ്മ വന്നപ്പോൾ റെസ്റ്റോറന്റിൽ നിന്നും ഈ ഭരണിയും കൊണ്ടുവന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, നമുക്കിനി കിട്ടാൻ പോകുന്ന നാണയങ്ങളെല്ലാം നമ്മൾ ഈ ഭരണിയിലേക്ക് ഇടാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ നാണയങ്ങൾ ഇട്ടിട്ട് ദേ ഇപ്പോ ഭരണി നിറഞ്ഞു. ഇനി ഈ നാണയങ്ങൾ കൊണ്ട് കസേര വാങ്ങണം. അമ്മയും ഞാനും കൂടി നാണയമെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി അതെല്ലാം പൊതിഞ്ഞു വെച്ചു. അമ്മയ്ക്ക് ജോലി സ്ഥലത്ത് നിന്നും അവധി ലഭിച്ച ദിവസം ഞങ്ങൾ ഈ നാണയങ്ങളെല്ലാം ബാങ്കിൽ കൊണ്ടുപോയി. ബാങ്ക് അതിന് പകരം ഞങ്ങൾക്ക് നോട്ട് തന്നു. ഞങ്ങൾ അതും കൊണ്ട് കസേര വാങ്ങാനായി പോയി. ഞങ്ങൾ 4 കടകൾ കയറിയിറങ്ങി. വലിയ കസേരകളും കുഞ്ഞു കസേരകളും ഒക്കെ നോക്കി. ഉയരം കൂടിയവയും കുറഞ്ഞവയും ഒക്കെ നോക്കി. നല്ല സോഫ്റ്റായ കസേരയും ഹാർഡായ കസേരയും ഒക്കെ നോക്കി. ഒടുവിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച ആ വലിയ കസേര ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങളുടെ ഭരണിയിലുണ്ടായിരുന്ന പൈസ കൃത്യമായി ആ കസേര വാങ്ങാൻ തികയുകയും ചെയ്തു. ഞങ്ങൾ ആന്റ് ഐഡയെയും അങ്കിൾ സാൻഡിയെയും വിളിച്ചു. അവർ പെട്ടെന്ന് തന്നെ അവരുടെ പിക്കപ്പ് ട്രക്കുമായി വന്നു. കസേര അതിൽ കയറ്റി ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയി. അവർക്കും അറിയാമായിരുന്നു ഞങ്ങൾ ഈ കസേര കാത്തിരിക്കുകയാണെന്ന്. കസേര ട്രക്കിൽ കയറ്റിയപ്പോൾ തന്നെ ഞാൻ അതിൽ കയറിയിരുന്നു. എന്നാൽ ഓടുന്ന ട്രക്കിൽ കസേരയിലിരുന്ന് വരാൻ അമ്മ എന്നെ സമ്മതിച്ചില്ല. പക്ഷേ
ആ കസേര അകത്തേക്ക് എടുത്തു വെക്കുമ്പോൾ അതിലിരിക്കാൻ അമ്മ എന്നെ അനുവദിച്ചു. ഞാൻ കസേരയിലിരുന്നു. എന്നെയും കസേരയും എല്ലാവരും ചേർന്നെടുത്ത് അകത്ത് വെച്ചു. ഞങ്ങൾ ആ കസേര ജനലിന്റെ തൊട്ടടുത്തായി, ചുവപ്പും വെള്ളയും കർട്ടനുകൾ വിരിച്ച ജനലിന്റെ തൊട്ടടുത്തായി തന്നെ വെച്ചു. മുത്തശ്ശിയും അമ്മയും ഞാനും ഒരുമിച്ച് ആ കസേരയിലിരുന്നു. ആന്റ് ഐഡ ഞങ്ങളുടെ ഒരു ഫോട്ടോയും എടുത്തു. ഇപ്പോൾ എന്റെ മുത്തശ്ശി പകൽ സമയത്തൊക്കെ ആ കസേരയിലിരിക്കും. എന്നിട്ട് പുറത്തുകൂടി പോകുന്ന ആൾക്കാരോടൊക്കെ വർത്തമാനം പറയും. അമ്മ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം ടിവിയിൽ വാർത്ത കാണുന്നതൊക്കെ ഈ കസേരയിലിരുന്നു കൊണ്ടാ. ഞാൻ രാത്രിയിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അമ്മയോടൊപ്പം ആ കസേരയിലിരിക്കും. അവിടെ ഇരുന്നാൽ ഞാൻ അമ്മയുടെ മടിയിലിരുന്ന് ഉറങ്ങിപ്പോയാലും അമ്മയ്ക്ക് പെട്ടെന്ന് കൈ ഉയർത്തി ലൈറ്റിന്റെ സ്വിച്ചും ഓഫ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കസേരയുടെ കഥ. എന്റെ അമ്മയ്ക്ക് ജോലി ചെയ്ത് വന്ന് കാല് വേദനിക്കുമ്പോൾ സ്വസ്ഥമായിരുന്ന് റെസ്റ്റ് എടുക്കാനായി ഞങ്ങൾ വാങ്ങിയ കസേരയുടെ കഥ. കുഞ്ഞുമണികളെ, എ ചെയർ ഫോർ മൈ മദർ എന്ന ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കഥയോടൊപ്പം നമുക്ക് കൂട്ടുകാരുടെ പേരുകൾ കൂടി പറയാനുണ്ട്. ഹംദാൻ അനസ്, കുഞ്ഞുണ്ണി, നവീൻ കൃഷ്ണൻ, നിഹാൽ സരിൻ, നൈല സരിൻ, ജാനകി ജെ എ, കല്യാണി കൃഷ്ണ, ഗൗരി കൃഷ്ണ, തൻവി, ധ്യാൻ, അബ്രാം രഞ്ജിത്ത്, ഇസാഖ് രഞ്ജിത്ത്, മഹാലക്ഷ്മി കുട്ടി, ഒലീവിയ സൂസൻ ജോബി, ജാൻവി വിനീത്, സാൻവിക ശിവപ്രസാദ്, ധ്രുവ് അർജുൻ, സാൻവി, വൈഗ, ആയുഷ്, നിയാനിതിൻ. ഇതോടൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്ന കിങ്ങിണി മോൾ, അലീഷ ചിറാഖ്, അവ്യാൻ, ധ്രുവ് പ്രിയേന്ദ്രനാഥ്, മഹാദേവ് ജെ എ. പിറന്നാൾ കുട്ടികൾക്ക് പിറന്നാൾ ആശംസകൾ. ഒപ്പം സ്നേഹമറിയിച്ച എല്ലാ ചക്കരക്കുട്ടികൾക്കും ചക്കരയുമ്മ. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്നറിയാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണേ. അതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ പേരുകൾ മെസ്സേജ് അയക്കണേ. എങ്കിൽ മാത്രമേ അത് നമ്മൾ കാണുകയുള്ളൂ, ആ പേരുകൾ പറയാനും പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.